പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, ഇന്ന് സഭ ആഘോഷിക്കുന്ന മായൽത്തോ പെരുന്നാൾ, കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 40 വരെയുള്ള തിരുവചനത്തെ ആസ്പദമാക്കി ഒരു ധ്യാന സന്ദേശം. ദൈവം തൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ആ ദിനം നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഈ ധ്യാന സന്ദേശം. ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയുടെയും ആത്മപരിശോധനയോടും കൂടി ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാം. പ്രാർത്ഥനാപൂർവം ഈ സന്ദേശം കാണുവാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഈ സന്ദേശം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മായൽത്തോ പെരുന്നാൾ, ദേവാലയത്തിലേക്ക് കടന്നു വന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഇവയെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് സഭ ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന മായൽത്തോ പെരുന്നാൾ. ഈ ദിനത്തിൽ ഈ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടക്കുകയാണ്. കർത്താവേ, നീ ദേവാലയത്തിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരേണമേ. ആമേൻ. ആദ്യമായി ഈ പെരുന്നാളിൻ്റെ ബൈബിൾ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതുന്നു, 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയും 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി എന്നാണ് നാം കാണുന്നത്. ആമേൻ. ഇവിടെ നാം കാണുന്നത് ദൈവം തന്നെ ഒരു കുഞ്ഞായി തൻ്റെ സൃഷ്ടിയുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതാണ്. ദേവാലയം ദൈവത്തിൻ്റെതാണ്. എന്നിട്ടും ദൈവം ദേവാലയത്തിലേക്ക് അനുസരണയോടെ കടക്കുന്നു. ദൈവത്തിൻ്റെ വിനയം, അതാണ് അവിടെ പ്രതിഫലിച്ചു കാണുന്നത്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത്. ആമേൻ. ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ദൈവം ഇന്ന് ഒരു കുഞ്ഞായി മാതാവിൻ്റെ കൈകളിൽ ദേവാലയത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വിനയം. ഇതാണ് യഥാർത്ഥ ശക്തി. നമ്മൾ പലപ്പോഴും ദൈവത്തെ സമീപിക്കുന്നത് അവകാശവാദങ്ങളോടെയാണ് വരുന്നത്. എന്നാൽ ദൈവം നിയമത്തിനു കീഴടങ്ങി
മനുഷ്യരെ പോലെ ദേവാലയത്തിലേക്ക് വരുന്നു. അടുത്തതായി നമുക്ക് ശിമയോനും ഹന്നാനും രണ്ട് വിശുദ്ധാത്മാക്കളെ നാം അവിടെ കാണുന്നു. അവരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു കാത്തിരിപ്പിന്റെ ആത്മീയതയാണ് നാം അവിടെ കാണുന്നത്. ശിമയോൻ, നീ സകല ജാതികളെയും അവരുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചു എന്നാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നത്. ആമീൻ. ശിമയോൻ ജീവിതം മുഴുവനും അവൻ കാത്തിരുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മറ്റൊന്നാണ് നാം അവിടെ കാണുന്നത്, ഹന്ന പ്രവാചക. അശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്നു, ദൈവത്തെ സ്നേഹിച്ചു, സ്തുതിച്ചു. ആമേൻ. അതുമാത്രമല്ല, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത്. ദൈവം കാത്തിരിക്കുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ആമേൻ. അടുത്തതായി വെളിച്ചം. മായൽ തോയുടെ ആന്തരികമായ അർത്ഥം. മായൽ തോ എന്നാൽ വെളിച്ചത്തിന്റെ പെരുന്നാൾ എന്നാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം ഭാഗത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വമുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, ഇരുട്ടുണ്ടെങ്കിൽ യേശുവിനെ ദേവാലയത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് നാം സ്വീകരിക്കണം. വെളിച്ചം വന്നാൽ നിന്റെ ഇരുട്ട് അതില്ലാതെയാകും. ആമേൻ. ഇനിയും നമുക്ക് മറിയത്തെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ധ്യാന വാക്യപ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് വരുന്ന മറിയം. തികഞ്ഞ ഒരു സമർപ്പണത്തിന്റെ മാതൃകയാണ് മറിയം. മറിയം കുഞ്ഞിനെയും ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. അവൾക്ക് വ്യക്തമായ ഒരു ബോധമുണ്ട്, അറിവുണ്ട്, ഈ കുഞ്ഞ് അവളുടേതല്ല, ദൈവത്തിൻ്റെതാണ് എന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം എല്ലാം ദൈവത്തിൻ്റെതാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് മറിയം പറഞ്ഞതുപോലെ നമുക്ക് സാധിക്കുമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ആയതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഹല്ലേലൂയ. അടുത്തതായി നമ്മുടെ ജീവിതത്തിലെ ദേവാലയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ
6-ാം അധ്യായത്തിന്റെ 19-20 വാക്യത്തിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീനെന്നാണ്. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ഹൃദയം ദൈവാലയമാണോ? അവിടെ ദൈവത്തിന് സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്? നമുക്കിന്നേ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ, ഇന്ന് നീ ദേവാലയത്തിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരേണമേ. ഞങ്ങളുടെ ഇരുട്ടുകൾ നിന്റെ വെളിച്ചത്തിൽ അത് പ്രകാശമായി മാറട്ടെ. മായൽത്തോ പെരുന്നാൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാകട്ടെ. സർവ്വതും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുകഴ്ചയ്ക്കും ആധിപത്യത്തിനുമായി കാരണമായി തീരുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.